നമസ്കാരം. താനൂരിൽ നിന്നും +1 വിദ്യാർത്ഥിനികളെ നാടുവിടാൻ സഹായിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റഹീം അസ്ലം എന്ന യുവാവിനെയാണ് തിരൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരുടെയും സുഹൃത്താണ് റഹീം എന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. വിദ്യാർത്ഥിനികളിൽ ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് റഹീം അസ്ലം ഒപ്പം പോയതെന്നാണ് റഹീമിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നീട് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്നും പെൺകുട്ടി പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് പെൺകുട്ടിയും പറഞ്ഞു. കുട്ടിയുടെ ദുരവസ്ഥ കണ്ടാണ് റഹീം കൂടെ പോയതെന്നുമായിരുന്നു കുടുംബാംഗങ്ങൾ പറഞ്ഞത്. അതേസമയം മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം പെൺകുട്ടികളെയും കൂട്ടി ഇന്നലെ വൈകിട്ടോടെ ഗരീബ് രഥ് എക്സ്പ്രസിൽ പൻവേലിൽ നിന്നും യാത്ര തിരിച്ചതായും ഉച്ചയോടെ തിരൂരിലെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളുടെ വിശദമായ മൊഴിയെടുക്കും, കൗൺസിലിംഗ് നൽകും. യാത്രയോടുള്ള താല്പര്യം കൊണ്ടുപോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും കൂടുതൽ വിവരങ്ങൾ കുട്ടികളിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടികളുടെ ഒപ്പമുണ്ടായിരുന്ന എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ മൊഴിയും പോലീസ് എടുക്കുകയാണ്. ഒപ്പം പോയ ഇയാൾ യാത്രയ്ക്ക് സഹായം നൽകിയതായിട്ടാണ് പോലീസ് കരുതുന്നത്. ഇയാളെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണ് സൂചന. പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്താനായതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. മുംബൈ പോലീസും RPFും മുംബൈ മലയാളി സമാജവും അന്വേഷണത്തിൽ സഹായിച്ചെന്നും ആർ വിശ്വനാഥ് പറഞ്ഞു. രാവിലെ 11-ന് താനൂർ പോലീസ് അവിടെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ ഏറ്റെടുക്കുകയായിരുന്നു. വ്യാഴാഴ്ച പൻവേലിൽ ഇറങ്ങിയ വിദ്യാർത്ഥിനികൾ ലോക്കൽ ട്രെയിനിൽ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിലെത്തി. സമീപത്തെ മലയാളിയുടെ ബ്യൂട്ടി പാർലറിൽ മുടിവെട്ടി. ലോക്കൽ ട്രെയിനിൽ പൻവേലിൽ വിദ്യാർത്ഥിനികൾ എത്തുമെന്ന വിവരം മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം പോലീസും മലയാളി സമാജം പ്രവർത്തകരും ഇവർക്കായി കാത്തുനിന്നെങ്കിലും പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പൂനെ ദിശയിലേക്ക് കാണിക്കാൻ തുടങ്ങിയതോടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇവരെ കണ്ടെത്താനായത്. കുട്ടികൾ ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണ് മുംബൈയിൽ വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനമെന്ന് SI സുജിത് വ്യക്തമാക്കി. വീട് വിട്ടിറങ്ങിയതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെന്ന് കണ്ടെത്താൻ നിലവിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും നാട്ടിലെത്തിയ ശേഷം വിശദമായി അന്വേഷിക്കുമെന്നും SI പറഞ്ഞു. കാണാതായ +1 വിദ്യാർത്ഥിനികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഫോൺ ലൊക്കേഷനും സിം കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളുമായിരുന്നു. കുട്ടികൾ ഒരു യാത്രയുടെ രസത്തിലായിരുന്നു പോയതെന്ന് മലപ്പുറം SPയും വ്യക്തമാക്കിയിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ കുട്ടികൾ മടങ്ങി വരുമെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. കുട്ടികളുടെ കൂടെ ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തെയും തുടർ നടപടികളുടെ ഭാഗമായി നാട്ടിലെത്തിക്കുമെന്നും അദ്ദേഹം ഇന്നലെ അറിയിച്ചു. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജ്ജമായിരുന്നതായി മലപ്പുറം SP പറഞ്ഞു. ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് ഏറെ നിർണായകമായി. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാനായത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുമെന്നും അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 11-ഓടെയാണ് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി ഇറങ്ങിയ 2 +1 വിദ്യാർത്ഥിനികളെ കാണാതാകുന്നത്. ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട് നിന്ന് മുംബൈയിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു. അന്വേഷണത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്.